ഹായ് ഫ്രണ്ട്സ്, ജനാധിപത്യ ഇന്ത്യയെ ഞെട്ടിച്ചുകൊണ്ട് ശ്രീമാൻ അമിത്ഷാ ഇന്നലെ പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിച്ചു. 5 വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ആരോപിക്കപ്പെട്ട് ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒക്കെ 30 ദിവസം തുടർച്ചയായി ജയിലിൽ കഴിഞ്ഞാൽ അയാൾ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരും. അഥവാ ഗവർണർക്ക് അല്ലെങ്കിൽ പ്രസിഡന്റിന് അയാളെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാവുന്നതാണ്. ഗവർണർ അയാളെ നീക്കം ചെയ്തില്ലെങ്കിൽ പോലും 31 ദിവസം അയാൾക്ക് ആ സ്ഥാനം നഷ്ടമാകുന്നു ഓട്ടോമാറ്റിക്കായി തന്നെ. നമുക്കറിയാം, കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ ഏതൊരാളും കുറ്റാരോപിതൻ മാത്രമാണ്, അക്യൂസ്ഡ്, ഒരിക്കലും കുറ്റവാളിയല്ല. അപ്പൊ തെളിയിക്കപ്പെടാത്ത ഒരു കുറ്റത്തിന്റെ പേരിൽ ഒരാൾ കുറെ ദിവസം ജയിലിൽ കിടന്നാൽ അയാൾക്ക് രാജിവെക്കേണ്ടി വരിക അല്ലെങ്കിൽ നീക്കം ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും ജനാധിപത്യപരമല്ല. ഇത് കേന്ദ്ര ഗവൺമെന്റിന് സംസ്ഥാന ഗവൺമെന്റുകളെ അസ്ഥിരപ്പെടുത്താനുള്ള, സംസ്ഥാനങ്ങളിലെ മന്ത്രിയെയും മറ്റും നീക്കം ചെയ്യാനുള്ള ഒരു നല്ല ഉപകരണമാണ്. തീർച്ചയായിട്ടും അതെ, സംസ്ഥാന ഗവൺമെന്റുകളുടെ അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണിത്. ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ കുറ്റാരോപിതനായാൽ നിയമത്തിന്റെ വഴിക്ക് കോടതിയിൽ പോകട്ടെ, കോടതി പറയട്ടെ അന്തിമവിധി. അതല്ലാതെ ഗവർണർ നീക്കം ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവുകയില്ല. നമുക്കറിയാം, ഗവർണർ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് വക്താവാണ്, വെറും ഒരു ആജ്ഞാനുവർത്തി മാത്രം. അദ്ദേഹത്തിന് പ്രത്യേകമായ അധികാരങ്ങളില്ല ഗവൺമെന്റ് ഭൂരിപക്ഷം ഉള്ളിടത്തോളം കാലം. പക്ഷെ അങ്ങനെയല്ല ഉപയോഗിക്കപ്പെടുന്നത്. അത് ദുരുപയോഗിക്കപ്പെടാൻ വളരെ സാധ്യതയുണ്ട്. എന്തെങ്കിലും കാരണം പറഞ്ഞ് ആ റൈവൽസിനെ അല്ലെങ്കിൽ എതിരാളികളെ ജയിലിലിടുക, അതിനുശേഷം പുറത്താക്കുക. അങ്ങനെ എത്രയോ പേരെ ജയിലിലിട്ടിരിക്കുന്നു. മനീഷ് സിസോദിയ, അരവിന്ദ് കേജ്രിവാൾ, എണ്ണം നീളുകയാണ്. അവർ ജയിലിൽ കിടന്നു എന്നതിന്റെ പേരിൽ കുറ്റവാളികളാകുന്നില്ല. കുറ്റാരോപിതർ മാത്രം കുറ്റം തെളിയിക്കപ്പെടുന്നത് വരെ അതിന്റെ പേരിൽ നടപടിയെടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കാരണവശാലും ജനാധിപത്യ ഇന്ത്യക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. ബില്ല് ഏതായാലും JPCക്ക് വിട്ടിരിക്കുകയാണ്. പക്ഷേ APC ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിലും BJPക്കാണ് ഭൂരിപക്ഷം. അതുകൊണ്ട് തന്നെ ആ ബില്ല് വീണ്ടും പാർലമെന്റ് എത്തുമെന്നുള്ളത് തീർച്ചയായും ഉറപ്പ് തന്നെയാണ്. ജനങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ഇന്ത്യൻ ജനാധിപത്യത്തിന് ഏറ്റവും വലിയ ഭീഷണിയാണ് ഈ ബില്ലെന്ന് പറയുന്നത്.